പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ഇടപെടൽ ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിച്ച് ഈ ഷൈൻ ഔട്ട് കോൺഫറൻസിൽ പരിശുദ്ധാത്മാവിന് ഈ വെളിച്ചവും തെളിച്ചവും ഏകണമേ എന്ന് ഒരു നിമിഷ ഹൃദയത്തിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ഒരു കോൺഫറൻസിലേക്ക് അങ്ങ് വിളിച്ചത് എന്തിനാണെന്ന് എനിക്ക് വ്യക്തമാക്കി തരണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നേർരേഖ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. യുവത്വത്തിൻ്റെ എല്ലാ പ്രസരിപ്പും ജീവിതത്തിൽ സ്വന്തമാക്കിക്കൊണ്ട് ഈ കാലഘട്ടത്തിൽ മുന്നേറാൻ കൃപ നൽകണേ എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും അത്ഭുതകരമായ മധ്യസ്ഥം ഈ കോൺഫറൻസിൽ നിറഞ്ഞു നിൽക്കാൻ, തികഞ്ഞു നിൽക്കാൻ കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ കരുണയ്ക്ക് മുമ്പിൽ നമ്മുടെ ഈ കോൺഫറൻസിനെയും ഇതിൻ്റെ പിന്നാമ്പുറത്ത് നടക്കുന്ന എല്ലാ ഒരുക്കങ്ങളെയും ഇതിൻ്റെ മുൻനിരയിലായിരിക്കുന്ന ഞങ്ങളെല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവെ, ലോകത്തിൽ വിളങ്ങാൻ, പ്രകാശിക്കാൻ കൃപ നൽകണമേ എന്ന് തീഷ്ണതയോടെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സന്തോഷത്തോടെ ഹല്ലേലൂയ. വലതുകരൊന്ന് ഉയർത്തിപ്പിടിച്ച് പറയോ ഹല്ലേലൂയ. അല്പം കൂടെ ആനന്ദത്തോടെ പറയോ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നിങ്ങൾ സ്ക്രീനിലേക്കും ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ടാവും. നിങ്ങളെല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. YU4C ഒരുക്കുന്ന ഈ ഒരു യൂത്ത് കോൺഫറൻസിൽ വന്ന് പങ്കുചേരാൻ കാണിച്ച നല്ല മനസ്സിന് പ്രത്യേകമായി അഭിനന്ദനം അറിയിക്കുകയാണ്. ഞാനൊരു കൊച്ചു സംഭവം പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. അർമേനിയ എന്ന് പറയുന്ന രാജ്യത്ത് IS ഭീകരർ പിടികൂടിയ 100ഓളം യുവതികളിൽ ഒരു പെൺകുട്ടിയുടെ പേരാണ് ലിയ. മാസങ്ങളോളം IS ഭീകരരുടെ ക്രൂര വിനോദത്തിന് മുമ്പിൽ ജീവിതത്തെ സമർപ്പിക്കേണ്ടി വന്ന, നാളുകളോളം തുറുങ്കിലടയ്ക്കപ്പെടേണ്ടി വന്ന ധാരാളം യുവതികൾ. ഇവരുടെ ആവശ്യത്തിന് മിച്ചമുള്ള ഉപയോഗം കഴിഞ്ഞ് ഇവരെ തോക്കിൻ്റെ മുമ്പിൽ നിർത്തി ഇവരോട് IS ഭീകർ ചോദിച്ചൊരു ചോദ്യമുണ്ട്: നിങ്ങൾക്ക് ജീവൻ വേണോ, ജീവിതം വേണോ? നിങ്ങൾക്ക് ജീവൻ വേണോ, ജീവിതം വേണോ? ഈ ചോദ്യത്തിന് ലിയ എന്ന പെൺകുട്ടി ഒഴിച്ച് ബാക്കി എല്ലാവരും പറഞ്ഞു, ഞങ്ങൾക്ക് ജീവൻ വേണം. ലിയ അതിനോട് പ്രത്യുത്തരിച്ചു, എനിക്ക് വേണ്ടത് ജീവനല്ല, ജീവിതമാണ്. എനിക്ക് വേണ്ടത് ക്രിസ്തുവിനെയാണ്. ഈ ഒരു ഉത്തരത്തിൻ്റെ പേരിൽ വീണ്ടും അവരുടെ കരാളഹസ്തങ്ങളിൽ കിടന്നു പെടയേണ്ടി വന്ന ലിയ, ഒരു ഭാര്യയെ പോലെ, ഒരു കാമുകിയെ പോലെ അവരുടെ മുഴുവൻ വികാരങ്ങൾക്കും ജീവിതം കൊടുക്കേണ്ടി വന്ന ലിയ വീണ്ടും നാളുകളോളം കൽത്തുറുങ്കിൽ അടയ്ക്കപ്പെട്ടു. അവിടെ നിന്ന് വീണ്ടും അവളെ വിമോചിതയാക്കി ബാക്കിയുള്ളവരെല്ലാം അവരുടെ സ്വന്തം നാടുകളിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ലിയയെ മാത്രം അവർ കടൽ തീരത്ത് കൊണ്ടുവന്ന് കഴുത്തറുത്ത് കടലിൽ മുക്കി. അവൾ മരിച്ചുപോയിട്ട് വർഷങ്ങളായി. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ഇന്ന് ഈ യൂത്ത് കോൺഫറൻസിലും ലിയ ഒരർത്ഥത്തിൽ ജീവിക്കുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നിങ്ങളെക്കുറിച്ച് ചില പദ്ധതിയുള്ളത് കൊണ്ടാണ് ഈ ഗ്രാൻഡ് കോൺഫറൻസിലേക്ക്, ഈ ഷൈൻ ഔട്ടിലേക്ക് കർത്താവ് നിങ്ങളെ വിളിച്ചത്. ഞാൻ ഈ ഷൈൻ ഔട്ടിന് 2 ഡെഫിനിഷൻ നൽകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. എന്തിനാണ് ഈ ഷൈൻ ഔട്ട്? KCBC കരിസ്മാറ്റിക് കമ്മീഷനും KCSCയും YU4Cയും നേതൃത്വം നൽകുന്ന 1000ഓളം യുവജനങ്ങൾ പങ്കെടുക്കുന്ന യൂത്ത് കോൺഫറൻസ് എന്തിനു വേണ്ടിയാണ്? ഒന്ന്, ഇത് നിങ്ങൾ സ്ട്രോങ് ആകാൻ വേണ്ടിയാണ്. നിങ്ങൾ സ്ട്രോങ് ആകാൻ വേണ്ടിയാണ്. നിങ്ങളുടെ നിലപാടുകൾ നിങ്ങൾ സ്ട്രോങ് ആകാൻ വേണ്ടിയാണ്. കാലഘട്ടത്തിൻ്റെ പ്രതിസന്ധികൾക്ക് നടുവിൽ നല്ല കാഴ്ചപ്പാടുകളോടെ മുന്നോട്ട് പോകുന്ന യുവത്വമായി നിങ്ങൾ പ്രസരിക്കാൻ വേണ്ടിയാണ് ഷൈൻ ഔട്ട്. നിങ്ങൾ സ്ട്രോങ് ആണ്.
സ്ട്രോങ് ആകണമെന്ന് പറഞ്ഞത് സ്ട്രോങ് അല്ലെന്ന് പറയാൻ വേണ്ടിയല്ല. നിങ്ങൾ സ്ട്രോങ് ആണെന്ന്, നിങ്ങൾ എബിലിറ്റി ഉള്ളവരാണെന്ന്, നിങ്ങൾ കഴിവും പ്രാപ്തിയും ഉള്ളവരാണെന്ന് ലോകത്തിന് മുമ്പിൽ ഒരിക്കൽ കൂടി തെളിയിക്കാനുള്ള ഒരു യുവത്വത്തിൻ്റെ ആരവമാണ് ഷൈൻ ഔട്ട്. ഇതിന് മറ്റൊരു ഡെഫിനേഷൻ നൽകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഈസി ടു സീ, സുതാര്യമാണ്. അതെ, ക്രൈസ്തവ യുവത്വം എന്നും സുതാര്യമാണ്. അത് വീട്ടിലും, അത് നാട്ടിലും, അത് സഭയിലും, അത് ലോകത്തിലും, അത് നിങ്ങളുടെ സൊസൈറ്റിയിലും, നമ്മുടെ പ്രൊഫഷനിലും എല്ലാം സുതാര്യമാവേണ്ടതാണ്. എന്ന് വെച്ചാൽ അനേകർക്ക് മുമ്പിൽ അവന് കാഴ്ച മറയാത്ത വിധത്തിൽ പച്ചയായി, അതല്ലേ ഒരു 33 വയസ്സുകാരനായ ക്രിസ്തുവിൻ്റെ യുവത്വത്തിൻ്റെ തിളപ്പ്. കടിച്ചാൽ പൊട്ടില്ലാത്ത പ്രായത്തിൽ അവൻ പച്ചയായിട്ട് ലോകത്ത് ജീവിച്ചു. ആരുടെയും മുമ്പിൽ അവൻ പച്ചയായി വർത്തമാനം പറഞ്ഞു, ആരുടെയും മുമ്പിൽ അവൻ പച്ചയായി പ്രത്യുത്തരിച്ചു. അതെ, ഇത് സ്നേഹമുള്ളവരെ C2C, സുതാര്യമായ ജീവിതം മുമ്പോട്ട് നയിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തത നമുക്ക് നൽകാൻ കുറച്ച് ബൈബിൾ വാക്യത്തിലേക്ക് അടുത്തൊരു സ്ക്രീനിൽ നമ്മൾ ഒരുമിച്ച് വായിക്കുകയാണ്. നിങ്ങൾക്ക് വായിക്കാവുന്നത് പോലെ നമുക്ക് ഒരുമിച്ചൊന്ന് വായിക്കാമോ? ഈ എഴുതിയിരിക്കുന്ന തിരുവചനങ്ങൾ ക്രിസ്മസിൻ്റെ സന്തോഷത്തിലും അതിൻ്റെ ലഹരിയിലും ന്യൂ ഇയറിലേക്ക് ചുവടുവെക്കുന്ന ഈ സുന്ദരമായ നാളുകളിൽ നമുക്കൊരുമിച്ച് ഈ വചനം ഒന്ന് വായിക്കാം. ചേർന്ന് വായിച്ച കൂട്ടുകാരെ, നക്ഷത്രങ്ങൾ തങ്ങളുടെ യാമങ്ങളിൽ പ്രകാശിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്തു. അവിടുന്ന് അവയെ വിളിച്ചു, ഇതാ ഞങ്ങളെന്ന് അവ പറഞ്ഞു. തങ്ങളെ സൃഷ്ടിച്ചവന് വേണ്ടി അവ സന്തോഷപൂർവ്വം മിന്നിത്തിളങ്ങി. പ്രിയപ്പെട്ട യുവജനങ്ങളെ, തിരിച്ചറിയുക, പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായുടെ സുന്ദരമായൊരു പ്രബോധനമുണ്ട്. നിങ്ങളാണ് ഇന്ന്. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ ഇന്നാണ്. നിങ്ങൾ നാളെയല്ല, നിങ്ങൾ ഇന്നലെയല്ല, നിങ്ങൾ ഇന്നാണ്. എന്താണ് ഇതിനർത്ഥം? നിങ്ങൾ ഇന്ന് സ്ട്രോങ് ആണ്. നിങ്ങൾ ഇന്ന് C2EC ആണ്, EC2C ആണ്. നിങ്ങൾ ഇന്നാണ്. പാപ്പയുടെ സുന്ദരമായ ചിന്തയാണ്. യുവത്വത്തിൻ്റെ തേരിലിരുന്ന്, ഒരു പക്ഷേ യുവത്വത്തോട് ചേർന്ന് നിൽക്കുന്ന, യുവത്വത്തെ ചേർത്ത് പിടിക്കുന്ന, ഒരർത്ഥത്തിൽ കരിസ്മാറ്റിക് പാപ്പയെന്ന് വിളിക്കാവുന്ന ഫ്രാൻസിസ് പാപ്പായുടെ സുന്ദരമായ ചിന്തയാണ് നിങ്ങൾ ഇന്നാണ്. അതുകൊണ്ടാണ് ഈ വചനം അർത്ഥമാക്കുന്നത് നക്ഷത്രങ്ങൾ. ഞാൻ നിങ്ങളുമൊക്കെ നക്ഷത്രങ്ങളാണ്. നക്ഷത്രങ്ങൾ തങ്ങളുടെ യാമങ്ങളിൽ പ്രകാശിച്ചു, ആഹ്ലാദിച്ചു. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷനിൽ പ്രകാശിക്കുന്നവരാണ്. നിങ്ങൾ നിങ്ങളുടെ കഴിവുകളിൽ പ്രകാശിക്കുന്നവരാണ്. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ പ്രകാശിക്കുന്നവരാണ്. നിങ്ങൾ നിങ്ങളുടെ സമൂഹത്തിൽ പ്രകാശിക്കുന്നവരാണ്, മിന്നിത്തിളങ്ങുന്നവരാണ്. പക്ഷേ കർത്താവ് നിന്നെ വിളിച്ചു. ഷൈൻ ഔട്ടിലൂടെ കർത്താവ് നിന്നെ പേര് ചൊല്ലി വിളിക്കുകയാ. എന്തിനു വേണ്ടിയാ? സൃഷ്ടിച്ചവന് വേണ്ടി വിളങ്ങാനാ. നിന്നെ വിളിച്ചവന് വേണ്ടി വിളങ്ങാനാണ്. അത് ഈ ഷൈൻ ഔട്ട് കുറച്ചുകൂടെ സുതാര്യമായി, കുറച്ചുകൂടെ സ്ട്രോങ് ആയി പല തലങ്ങളിൽ വിളങ്ങാൻ വേണ്ടിയുള്ള വിളിയാണ്. ഈ ചിന്ത മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ പ്രിയ കൂട്ടുകാരെ തിരിച്ചറിയണേ, വിളിക്കപ്പെട്ടത് വിളിച്ചവന് വേണ്ടി വിളങ്ങാനാണ്. ആർക്കെങ്കിലും വേണ്ടി വിളങ്ങിയിട്ട് കാര്യമില്ലല്ലോ കുഞ്ഞുങ്ങളെ. ആർക്കെങ്കിലും വേണ്ടി വിളങ്ങാനല്ല, വിളിച്ചവന് വേണ്ടി വിളങ്ങാനാണ് നമ്മുടെ വിളി. വിളിച്ചവന് വേണ്ടി വിളങ്ങണമെങ്കിലോ വളരേണ്ടിടത്ത് വളരണം. വളരേണ്ടിടത്ത് വളർന്നാലേ വിളിച്ചവന് വേണ്ടി വിളങ്ങാൻ പറ്റൂ. ഇനി വിളിച്ചവന് വേണ്ടി വിളങ്ങേണ്ടത് എവിടെയെങ്കിലും അല്ല, വിളിക്കപ്പെട്ടിടത്ത് വിളങ്ങണം. നിങ്ങളുടെ പ്രിയപ്പെട്ട എൽഡേഴ്സ് എത്രയോ കരുതലും സ്നേഹവും കൊടുത്ത് എത്രയോ പരിചരണം നൽകിയ നിങ്ങളെ ഈ കോൺഫറൻസിൽ ഇരുത്തിയിരിക്കുന്നത്, നിങ്ങളുടെ പിന്നിൽ നിന്ന് അവർ നെഞ്ചുപൊട്ടി കരയുന്നത്, നിങ്ങളുടെ ഇരുവശത്ത് നിന്ന് അവരുടെ കയ്യിൽ കൊന്ത ഉയർത്തി അവർ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാവോ? കർത്താവ് വിളിച്ചെടുത്ത് വിളങ്ങുന്നത് കാണണം അവർക്ക്. കർത്താവ് എവിടേക്ക് വിളിച്ചോ, എവിടെ വിളങ്ങാൻ വിളിച്ചോ അവിടെ നിങ്ങൾ വിളങ്ങുന്നത് കാണണം. അതുകൊണ്ട് വിളിച്ചവന് വേണ്ടി വിളിക്കപ്പെട്ടിടത്ത് വിളങ്ങാനുള്ള വിളിയാണ് ഷൈൻ ഔട്ട് എന്ന ഈ കോൺഫറൻസിന്റെ ലക്ഷ്യം എന്ന് തിരിച്ചറിയണം. സ്വരമുയർത്തി പറയൂ കൂട്ടുകാരെ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് പറഞ്ഞേ, വിളിച്ചവന് വേണ്ടി വിളിക്കപ്പെട്ടിടത്ത് വിളങ്ങാനാണ് എന്നെ ദൈവം വിളിച്ചത്. അതെ, വിളിച്ചവന് വേണ്ടി വിളങ്ങണമെങ്കിൽ നമ്മൾ സ്ട്രോങ് ആകണം.
കൂട്ടുകാരെ, കാര്യങ്ങൾ എളുപ്പമല്ല, നമുക്കറിയാമല്ലോ. വിളിച്ചവന് വേണ്ടി വിളങ്ങാൻ, വിളിക്കപ്പെട്ടിടത്ത് വിളങ്ങാൻ നമ്മൾ സ്ട്രോങ് ആയ മതിയാവൂ. അതെ, വിളങ്ങിയ ഒരു മനുഷ്യനെ നമ്മൾ കാണുകയാ. ഒരു കൊച്ചു വീഡിയോ വിശുദ്ധ പൗലോസ് സ്ലീഹയാണ്. വിളിച്ചവന് വേണ്ടി വിളങ്ങിയതാണ്. 12 അപ്പോസ്തലന്മാരിൽ ഒരാളല്ല, 13-ാമനെന്ന് ഒരു പക്ഷേ എണ്ണപ്പെട്ടു. പക്ഷേ വിളി കിട്ടി. ആ വിളിയിൽ അവൻ സ്ട്രോങ് ആയി. ഒരുപക്ഷെ യുവത്വത്തിന്റെ തേരിലല്ല മരിച്ചു വീണതെങ്കിലും യുവത്വത്തിന്റെ മുഴുവൻ പ്രസരിപ്പും ഉള്ളിൽ സൂക്ഷിച്ച ഒരു പൗലോസ് സ്ലീഹായുടെ നിശ്ചയദാർഢ്യം, ഒരു പൗലോസ് സ്ലീഹായുടെ യുവത്വത്തിന്റെ തീരുമാനം, വിളിച്ചവന് വേണ്ടി ഞാൻ വിളങ്ങുമെന്ന്, വിളിക്കപ്പെട്ടിടത്ത് വിളങ്ങുമെന്ന് നിശ്ചയദാർഢ്യം. ഒരുപക്ഷെ പൗലോസ് സ്ലീഹായ്ക്ക് രക്ഷപ്പെടാൻ 100 വഴികളുണ്ട്, ഒഴിവാകാൻ 100 കാരണങ്ങളുണ്ട്. ഇല്ല, വിളിച്ചവന് വേണ്ടി വിളിക്കപ്പെട്ടിടത്ത് വിളങ്ങാനാ എൻ്റെ വിളിയെന്ന് തിരിച്ചറിഞ്ഞ ഒരു വിളങ്ങിയ മനുഷ്യനെ നിങ്ങളൊന്ന് കാണണം. ഇതിൻ്റെ ഒരു അവസാന രംഗമുണ്ട്. അവസാന രംഗത്ത് മരണത്തിന് വേണ്ടി തല ചായ്ച്ചു കൊടുക്കുമ്പോൾ നിശ്ചയദാർഢ്യത്തോടെ, ഉറപ്പോടെ ആ മനുഷ്യൻ ഒന്ന് തല കുലുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തോ ഒരു തീരുമാനം ഉള്ളിലെടുത്താണ്, ഇത് വിളങ്ങുകയാണെന്നുള്ള അവബോധത്തോടെയാണ് ആ തല ചായ്ച്ചു കൊടുക്കുന്നത്. ശ്രദ്ധയോടെ നമുക്ക് ഈ മനുഷ്യൻ്റെ ആ വീര ജീവിതത്തിലേക്ക്, ആ വിളങ്ങിയ ജീവിതത്തിലേക്ക്, അവൻ്റെ നിശ്ചയദാർഢ്യത്തിലേക്ക് ഒരു യുവത്വ പ്രസരിതമായ ഹൃദയത്തോടെ നമുക്കൊന്ന് കടന്നു വരാം, ഒന്ന് കാണാം. വീഡിയോ ഇവിടെ പൂർത്തിയാകുമ്പോൾ ഇത് നമുക്കൊരു തുടക്കമാണ്. വിളിച്ചവന് വേണ്ടി വിളങ്ങാൻ ഇറങ്ങിത്തിരിച്ചാൽ ഇതുപോലെ ജീവിതം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് പേടിക്കാൻ വേണ്ടിയല്ല, ഇതൊരു നിശ്ചയദാർഢ്യമാണ്. പ്രിയ കൂട്ടുകാരെ, വിളങ്ങണമെങ്കിൽ നമുക്ക് വേണ്ട ഒന്നാമത്തെ നിശ്ചയദാർഢ്യം അത് ഫെയ്ത്താണ്, വിശ്വാസമാണ്. കൂട്ടുകാരെ, നിങ്ങൾ നിങ്ങളുടെ കലാലയത്തിൽ, നിങ്ങളുടെ പ്രൊഫഷനിൽ ഓടി നടക്കുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ലേ, ഇന്ന് വിശ്വസിക്കാൻ വേണ്ടി ജീവിക്കുന്നവരെ കാണാനില്ല. മറിച്ച് ജീവിക്കാൻ വേണ്ടി വിശ്വസിക്കുന്ന യുവത്വം ഇന്ന് ലോകത്തിൽ കൂടി വരികയാണ്. വിശ്വാസമാണ് നമ്മളെ സ്ട്രോങ് ആക്കുന്നതെന്ന്, ആ വിശ്വാസത്തെക്കുറിച്ചുള്ള ശരിയായ അവബോധമാണ് നമ്മളെ കരുത്തുറ്റവരാക്കുന്നത് എന്ന അവബോധത്തിൽ നിന്ന് വേണം നമുക്ക് തുടങ്ങാൻ. അതുകൊണ്ട് അടുത്തൊരു ചിന്തയിലേക്ക്, അടുത്തൊരു സ്ക്രീനിലേക്ക് നമ്മൾ വരികയാണ്. പ്രിയ കൂട്ടുകാരെ, നമ്മൾ വിളങ്ങേണ്ടത് എവിടെയാണ്? ഈസി ടു സീ. നമ്മൾ വിളങ്ങേണ്ടത് എവിടെയാണ് എന്നൊന്ന് കണ്ടെത്തുകയാണ്. ഒരു നക്ഷത്രപ്രഭയിലാണ് നമ്മൾ. നമ്മുടെ വീടും പള്ളിയും പരിസരവും എല്ലാം ക്രിസ്മസിന് നക്ഷത്രപ്രഭയിലാണ്. നക്ഷത്രത്തിൻ്റെ ചങ്ക് കർത്താവാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതം ഒരു നക്ഷത്രമായി വിളങ്ങേണ്ടതാണെങ്കിൽ ഇതിൻ്റെ നെഞ്ച് കർത്താവാകണം, നമ്മുടെ ഹൃദയം കർത്താവാകണം എന്ന തിരിച്ചറിവിൽ നിന്ന് നമുക്ക് തുടങ്ങണം. 5 കോർണറുകൾ, ഈ സ്റ്റാറിന് 5 കോർണറുകളുണ്ട്. ഞാനും നിങ്ങളും ഈസി ടു സീ,
എവിടെയാണ് സുതാര്യമാവേണ്ടത്? എന്താണ് ഈ ഷൈൻ ഔട്ടിൽ നമ്മൾ എവിടെയാണ് ഇത് പ്രകാശിക്കേണ്ടത് എന്നതിന് വ്യക്തത നൽകാൻ ആഗ്രഹിക്കുകയാണ് KCSC. ഒന്ന്, കുടുംബമാണ്. കാരണം പ്രിയപ്പെട്ട യുവജനങ്ങളെ, നിങ്ങളാണ് ഇന്നത്തെ കുടുംബം. നിങ്ങളാണ് കുടുംബത്തിൻ്റെ ഇന്ന് ദാമ്പത്തിക ബന്ധം വെല്ലുവിളികൾ നേരിടുമ്പോൾ ഒരുപക്ഷേ യുവജനങ്ങളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ ശിഥിലമാകുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ഭാഷ നിങ്ങളുടെ മാതാപിതാക്കൾക്കും മാതാപിതാക്കളുടെ ഭാഷ നിങ്ങൾക്കും നഷ്ടമാകുമ്പോൾ തിരിച്ചറിയണേ, സുതാര്യമായി ജീവിക്കേണ്ട ഒന്നാമത്തെ തലം കുടുംബമാണെന്ന്. ഒരുപക്ഷെ ലോകത്തിൻ്റെ അതിർത്തികളോളം പോകാൻ ദൈവം നിങ്ങളെ വിളിക്കുന്നതാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ക്രിസ്തു ഇന്നും ജീവിക്കുന്നുവെന്ന അപ്പസ്തോലിക ആഹ്വാനത്തിലൂടെ യുവജനങ്ങളെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ലോകത്തിൽ എവിടെ ജീവിച്ചാലും കുടുംബത്തിൻ്റെ സാമീപ്യം നിങ്ങൾക്ക് ആവശ്യമാണ്. വിശ്വാസത്തിൽ സ്ട്രോങ് ആകാൻ നിങ്ങൾക്ക് കുടുംബത്തിൻ്റെ സാന്നിധ്യം ആവശ്യമാണ്, സാമീപ്യം ആവശ്യമാണ്. ഞാനൊരു 6 മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു കസിൻ്റെ മോനെ വിളിച്ചു. അവൻ കാനഡയിലാണ്, എഞ്ചിനീയറിങ്ങിൽ PG എടുക്കാൻ വേണ്ടി പോയതാണ്. ഞാൻ അവനെ ഫോൺ വിളിച്ചപ്പോൾ 3 പ്രാവശ്യം ഫോൺ ചെയ്തിട്ടും അവൻ കോൾ അറ്റൻഡ് ചെയ്തില്ല. അരമണിക്കൂർ കഴിഞ്ഞ് അവൻ വീണ്ടും സോറി പറഞ്ഞ് എന്നെ കോൾ ചെയ്തു. ഞാൻ ചോദിച്ചു, എവിടെയായിരുന്നടാവേ, കുറേ സമയം വിളിച്ചല്ലോ. അവൻ പറഞ്ഞു, അങ്കിള് ഞാൻ കുരിശ് വരയ്ക്കുവാ. എടാ, കാനഡയിൽ കുരിശ് വരയോ? പള്ളിയിലാണോ? അല്ല. പിന്നെയോ? ഒരു ക്യാബിനകത്ത്, കട്ടിൽ മാത്രം ഇടാൻ ഇടയുള്ള ക്യാബിനകത്ത് അവൻ കുരിശ് വരയ്ക്കുവാൻ. ആരെടാ പഠിപ്പിച്ചത്? അമ്മയാ. നിന്നെ എങ്ങനെയാണ് ക്യാബിനകത്തിരുന്ന് കുരിശ് വരയ്ക്കാൻ പ്രേരിപ്പിച്ചത്? അവൻ എന്നോട് പറഞ്ഞു, സാറേ, കാനഡയിൽ വന്നിട്ട് ആദ്യത്തെ 3 മാസം ഞാൻ നന്മ നിറഞ്ഞ മറിയമേ ചെല്ലുമ്പോൾ എൻ്റെ അമ്മ ഭരണങ്ങാനത്തിരുന്ന് പരിശുദ്ധ മറിയമേ ചെല്ലും. ഞാൻ സ്വർഗസ്നായ പിതാവേ ചെല്ലുമ്പോൾ എൻ്റെ അമ്മ അന്നു വേണ്ടി ആഹാരം ചെല്ലും. അങ്ങനെ പഠിപ്പിച്ചതാ സാറേ. ഞാൻ ഈ കാനഡയിൽ വിളങ്ങുവാണ്. എൻ്റെ കുടുംബത്തിന് വേണ്ടിയാ. എൻ്റെ കുടുംബം തന്ന സ്ട്രോങ് ആകാൻ തന്ന കാഴ്ചപ്പാടിൽ ഞാൻ വിളങ്ങുകയാണ്. കൂട്ടുകാരെ, കുടുംബത്തിലാണ് നമ്മൾ പ്രശോഭിക്കേണ്ടത്. കാരണം സഭയുടെ സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം കുടുംബമാണെങ്കിൽ തിരിച്ചറിയണേ, 3 മക്കളുടെ അപ്പനായ ഞാനും ചങ്കു തുറന്ന് സംസാരിക്കുകയാണ്. നിങ്ങളിലാണ് കുടുംബത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷയും. നിങ്ങളാണ് കുടുംബത്തിൻ്റെ ഇന്ന്. നിങ്ങളിലാണ് കുടുംബത്തിൻ്റെ എല്ലാ പ്രത്യാശയും. നിങ്ങളെ സ്വപ്നം കണ്ടാണ് ഒരു കുടുംബം മുന്നോട്ട് പോകുന്നത്. കാരണം നിങ്ങൾ നല്ലവരായാൽ, നിങ്ങൾ നന്മയിൽ ജീവിച്ചാൽ, നിങ്ങൾ പുണ്യത്തിൽ ജീവിച്ചാൽ അതിൻ്റെ മുഴുവൻ സമ്പന്നതയും നിറഞ്ഞു നിൽക്കുന്നത് കുടുംബത്തിലാണ്. ഞാൻ പറഞ്ഞു വരാൻ ആഗ്രഹിച്ചത്, നിങ്ങൾ കുടുംബത്തെ സ്ട്രോങ് ആക്കണം. കേരളത്തിലെ കുടുംബങ്ങളെ സ്ട്രോങ് ആക്കേണ്ടവരാണ് നിങ്ങൾ. ഒരുപക്ഷേ കുടുംബങ്ങൾ നമ്മളെ ഓർത്ത് കണ്ണീരൊഴുക്കുന്നെങ്കിൽ, നൊമ്പരപ്പെടുന്നെങ്കിൽ, ഈ ഷൈൻ ഔട്ട് നിങ്ങളെ തിരിച്ചു വിളിക്കുകയാണ്. കുടുംബത്തിൽ പ്രശോഭിക്കാൻ, കുടുംബത്തിന് വേണ്ടി പ്രശോഭിക്കാൻ. ലോകത്തിൽ ഏത് മുക്കിലും മൂലയിലും ചെന്നാലും നിന്റെ കുടുംബത്തിന് വേണ്ടിയാ അവിടെ പ്രശോഭിക്കുന്നതെന്ന്, നിന്റെ കുടുംബത്തിന് വേണ്ടിയാ അവിടെ പണിയെടുക്കുന്നതെന്ന്, നിന്റെ കുടുംബത്തിന് വേണ്ടിയാ എനിക്ക് കുടുംബത്തിൽ നിന്ന് കിട്ടിയ കത്തോലിക്ക വിശ്വാസം മുറുകെ പിടിക്കുന്നതെന്ന് അവിടെ വിളിച്ചു പറയാൻ നമുക്കാകണം. അവിടെയാണ് നമ്മൾ സ്ട്രോങ് ആകേണ്ടത്. രണ്ടാമത്തെ തലത്തിലേക്ക് വന്ന കൂട്ടുകാരെ, അത് പാരിഷാണ്, ഇടവകയാണ്. നിങ്ങളെ ഇടവകയ്ക്ക് വേണം കൂട്ടുകാരെ, നിങ്ങളെ ഇടവകയ്ക്ക് വേണം. നിങ്ങൾ ഓരോരുത്തരും ജീവിക്കുന്ന ഇടവകയ്ക്ക് നിങ്ങളെ വേണം. കാരണം നിങ്ങളാണ് ഇടവകയുടെ ഇന്ന്. നിങ്ങളാണ് ഇടവകയുടെ ഇന്ന്. ഒരു പക്ഷേ KCSC വൈബോർച്ചി എന്ന യുവജന സംഘടനയെ കുറിച്ച് മനസ്സിൽ സ്വപ്നം കണ്ടതും ധാരാളം എൽഡേഴ്സ് ഈ ഒരു സ്വപ്നത്തെ നെഞ്ചിൽ പേറുന്നതും അഭിയുദ്ധ ചക്കാലിക്ക് പിതാവിൻ്റെ വാക്കുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മുടെ ഇടവകയെ നവീകരിക്കാൻ എവിടെയാണെങ്കിലും ഒരു ഇടവകയുടെ പശ്ചാത്തലം, ലോകത്തിൽ എവിടെയാണെങ്കിലും നീ അധിവസിക്കുന്ന സഭയുടെ ഏറ്റവും മനോഹരമായ, സുന്ദരമായ, പരിപൂർണമായ ആ കൊച്ചു പതിപ്പുണ്ടല്ലോ, ആ പതിപ്പിൽ, ആ കൊച്ചു സുന്ദരമായ തലത്തിൽ ആ ഇടവകയെ ഇന്നാക്കേണ്ടവരാണ് നിങ്ങൾ. ഒരുപക്ഷേ നമ്മുടെ ഇടവക ഇന്ന് കാലഹരണപ്പെട്ടു പോകുന്നുണ്ടാകാം.
നമ്മുടെ ഇടവകയിൽ അൽമായ ഹൈറാർക്കി ബന്ധം ഇന്ന് ശിഥിലമാകുന്നുണ്ടാകാം. ഇടവകയുടെ പഴയ ഊഷ്മള ചൈതന്യമൊക്കെ കാലഘട്ടത്തിന്റെ പ്രത്യേകതയിൽ നഷ്ടപ്പെടുന്നുണ്ടാകാം. പക്ഷേ യുവത്വത്തിന്റെ പ്രസരിപ്പുള്ള കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇടവകയെ ഇന്നാക്കാൻ പറ്റൂ. കാലഹരണപ്പെട്ടു പോകാൻ സാധ്യതയുള്ളതിൽ നിന്ന് ഇടവകയെ ഇന്ന് നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ നിങ്ങൾക്ക് സാധ്യമാകും. അതുകൊണ്ട് തന്നെയും ഈ ഒരു കോൺഫറൻസിലൂടെ നമ്മൾ ലക്ഷ്യം വയ്ക്കുകയാണ്. ഈ കോൺഫറൻസിൽ നിങ്ങൾ ഷൈൻ ഔട്ട് ആവേണ്ടത് സ്വന്തം ഇടവകയിൽ വിളങ്ങാനാണ്. നിങ്ങൾക്കറിയോ കൂട്ടുകാരെ, എൻ്റെ ഇഷായനും അമ്മയും ആദ്യം ധ്യാനം കൂടിയ ധ്യാന കേന്ദ്രത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളും ഇരിക്കുന്നത്. അന്ന് ധ്യാനം കഴിഞ്ഞ് മുരിങ്ങൂരിൽ നിന്ന് ബസ് കയറി വീട്ടിലോട്ട് വന്ന ഇഷായനും അമ്മയും എന്നെയും എൻ്റെ പെങ്ങന്മാരെയും പഠിപ്പിച്ച ഒരു സഭാസ്നേഹമുണ്ട്. അത് ഇടവകയാണ്. വികാരിച്ചനോട് ചേർന്ന് ഇടവകയുടെ സംവിധാനങ്ങൾ സജീവമായി, ഇടവകയിൽ കൊച്ചു പ്രയർ ഗ്രൂപ്പിൽ ഒന്ന് സജീവമായി, ഇടവകയുടെ ഭക്തസംഘടനകളിൽ സജീവമായി ആ ഇടവകയിൽ വിളങ്ങാൻ എന്നെ പ്രേരിപ്പിച്ചു. ഇന്നും നവീകരണത്തിൽ വന്നിട്ട് പതിറ്റാണ്ടുകൾ പിന്നിട്ടുവെങ്കിലും ഇന്നും എൻ്റെ ഇടവക, എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ ഇഷായൻ എന്നോട് പറഞ്ഞു തന്ന ഒരു കാര്യം ഇന്നും എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. ഒരു ഞായറാഴ്ച വിശുദ്ധ കുർബാനയിൽ ഇടവകയിൽ നിന്ന് മാറി പങ്കെടുക്കണമെങ്കിൽ വികാരിച്ചിൻ്റെ പെർമിഷൻ വേണം. വീട് കഴിഞ്ഞാൽ ഇടവക എന്നൊരു ചിന്ത കരിസ്മാറ്റിക്കായ എൻ്റെ അപ്പച്ചൻ എൻ്റെ ഉള്ളിൽ പറഞ്ഞു തന്നതാണ്. ഇന്നും വർഷങ്ങളായി ഒരു സൺഡേ സ്കൂൾ അധ്യാപകനാകാൻ, ഇടവകയുടെ ഭക്തസംഘടനകളിൽ സജീവമാകാൻ, ഇതിനെല്ലാം എനിക്ക് സാധ്യമാകുന്നത് പ്രിയപ്പെട്ടവരെ 28 വർഷമായി ഒരു കാറ്റഗിസം അധ്യാപകനാകാൻ എന്നെ ഇന്നും പ്രേരിപ്പിക്കുന്നത് ഇടവക ഞാൻ സ്ട്രോങ് ആകേണ്ട സ്ഥലമാണ്, ഞാൻ വിളങ്ങേണ്ട സ്ഥലമാണ് എന്ന ഒരു അവബോധമാണ്. മൂന്നാമത്തെ ചിന്ത പ്രിയപ്പെട്ടവരെ, ചർച്ച്, സഭ. നിങ്ങൾക്കറിയുവോ, നിങ്ങളാണ് സഭയുടെ ഇന്ന്, നാളെയല്ല. നിങ്ങളാണ് സഭയുടെ ഇന്ന്. പരിശുദ്ധ പിതാവ് യുവജനങ്ങളെ അഡ്രസ് ചെയ്യുന്നുണ്ടല്ലോ സുന്ദരമായിട്ട്. ഇടവക സഭയെ കിളവിയാക്കുന്നവരിൽ നിന്ന് സഭയെ വീണ്ടെടുക്കാൻ, രക്ഷിക്കാൻ യുവജനങ്ങളെ നിങ്ങൾക്കാകണം. ഇടവകയ്ക്ക് ഒരു പ്രസരിപ്പ് കൊടുക്കാൻ, സഭയ്ക്ക് ഒരു പ്രസരിപ്പ് കൊടുക്കാൻ, സഭയെ പ്രകാശിതമാക്കാൻ, സഭയെ ലോകത്തിന് മുമ്പിൽ വിളങ്ങുന്ന നക്ഷത്രമാക്കാൻ, സഭയുടെ സ്ട്രോങ്, സഭയുടെ ദൃശ്യഭാവത്തിൻ്റെ കരുത്ത് ഇന്നത്തെ ക്രിസ്തീയ യുവത്വമാണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ നമുക്കിടയാകണം. ഒരു പക്ഷേ നമ്മളിന്ന് നേരിടുന്ന വിശ്വാസത്തിന് വിരുദ്ധമായ ധാരാളം സിദ്ധാന്തങ്ങളില്ലേ? കത്തോലിക്ക സമുദായത്തിലെ മക്കളെ കൂടാതെ തങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണം പോലും സഭയ്ക്ക് ചുറ്റും പ്രാപ്പിടിയൻ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുമ്പോൾ തിരിച്ചറിയണേ, ഞാൻ സ്ട്രോങ് ആണ്. സഭയ്ക്ക് വേണ്ടി ഞാൻ സ്ട്രോങ് ആണ്. എൻ്റെ അമ്മയായ സഭയ്ക്ക് വേണ്ടി ഞാൻ സ്ട്രോങ് ആണ്. ഇത് കൊടുക്കാൻ, ഈ കാഴ്ചപ്പാട് കൊടുക്കാൻ, ഈ തീഷ്ണത കൊടുക്കാൻ നമുക്കിടയാവണം. ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ച ഒരു കൊച്ചു സംഭവമുണ്ട്. ചൈന കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം, വിശ്വാസം ജീവിക്കാനും പ്രഘോഷിക്കാനും അവസരങ്ങൾ മങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം. ഒരു യുവ വൈദികൻ, നിങ്ങളെപ്പോലെ സ്ട്രോങ് ആയ, നിങ്ങളെപ്പോലെ ഈസി ടു സി, സുതാര്യമായി ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു യുവ വൈദികൻ, ഇദ്ദേഹം ചൈനയിലെത്തുന്നത് സുവിശേഷം പ്രഘോഷിക്കാനാണ്. ഒരു ക്ലാസ് മുറിയാണ് സുവിശേഷ പ്രഘോഷണ വേദി. ഒരു പ്രൊഫഷൻ സുവിശേഷ പ്രഘോഷണത്തിന്റെ വേദിയാക്കി മാറ്റുകയാണ് ഈ വൈദികൻ. രാവിലെ ബ്ലാക്ക് ബോർഡിന്റെ പുറകിലേക്ക് ഒരു മേശ വലിച്ചിട്ട് ആ മേശയുടെ അടുത്തു നിന്ന് സക്രാരിക്ക് മുമ്പിൽ നിന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഈ അധ്യാപകനായ പുരോഹിതൻ തൻ്റെ വൈദിക വേഷമൊക്കെ മാറി 10 മണിയാകുമ്പോൾ ബ്ലാക്ക് ബോർഡിന് മുമ്പിലേക്ക് മേശ വലിച്ചിട്ട് ഒരു അധ്യാപകനാകും, ക്ലാസ് അധ്യാപകനാകും. വീണ്ടും പിറ്റേ ദിവസം ഇത് ആവർത്തിക്കും. ഒരു ദിവസം ഈ വൈദികൻ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്ത് പട്ടാളക്കാരിത് കണ്ടിട്ട് ഈ മനുഷ്യനെ ബന്ദിയാക്കി ഈ ക്ലാസ് റൂമിനടുത്തുള്ള ചെറിയൊരു ക്യാബിനകത്ത് അടച്ചിട്ടു. അതിനകത്ത് കിടന്ന് ഈ മനുഷ്യൻ വിശ്വാസം ജീവിക്കാൻ വേണ്ടി യുവവൈദികൻ തത്രപ്പാട് പെടുകയാണ്. ഇതൊന്നും അറിയാതെ ആ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ടല്ലോ, അവൾ രാവിലെ ക്ലാസ്സിലേക്ക് വന്നു.
നോക്കിയപ്പോൾ സക്രാരി തകർന്നു കിടക്കുന്നു, മേശ അടിച്ച് തകർത്തിട്ടിരിക്കുന്നു. വൈദികനെ, ക്ലാസ് ടീച്ചറെ കാണാനില്ല. അവൾ നോക്കിയപ്പോൾ വിശുദ്ധ കുർബാന ചിന്നിച്ചെതറി കിടക്കുവാണ്. ഭക്തിപൂർവ്വം ഇവൾ മുട്ടുകുത്തി ഓരോ വിശുദ്ധ കുർബാനയും എടുത്ത് ഒരു ബെഞ്ചിന്റെ കാലിനടുക്കിലേക്ക് അടുക്കി വെച്ചിട്ട് വളരെ ഭക്തിപൂർവ്വം ഒരു വിശുദ്ധ കുർബാന നാവിലെടുത്ത് സ്വീകരിക്കുന്ന സമയത്ത് പട്ടാളക്കാരൻ നിറയൊഴിച്ചു. ഈ കുഞ്ഞ് ദാരുണമായി അവിടെ വീണ് മരിക്കുകയാണ്. ഈ കുഞ്ഞിന്റെ മൃതസംസ്കാര ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു കത്തോലിക്ക വൈദികനെ അവർ അന്വേഷിച്ചു. അവസാനം പട്ടാള കാവലോടെ ഈ കൊച്ചിന്റെ മൃതശരീരം അടക്കാനുള്ള അനുവാദം ഈ യുവ വൈദികന് കിട്ടിയെന്ന്. അങ്ങനെ മൃതസംസ്കാര ശുശ്രൂഷയുടെ അവസാന പ്രാർത്ഥന ചെല്ലുമ്പോൾ ഈ യുവ വൈദികൻ പറഞ്ഞു, എനിക്കൊരാഗ്രഹമുണ്ട്, ഈ കുഞ്ഞിന്റെ നാവിൻ തുമ്പിൽ നീണ്ടു നിൽക്കുന്ന വിശുദ്ധ കുർബാന എടുത്ത് ഭക്ഷിച്ചിട്ട് ഈ കുഞ്ഞിന്റെ മൃതശരീരം അടക്കാൻ എനിക്ക് അനുവാദം തരണം. ഉടനെ ആ കുഞ്ഞിന്റെ അമ്മ പറഞ്ഞു, അച്ഛാ, ഈ നാവ് കൊണ്ട് ഇവൾ എന്നെ സ്നേഹത്തോടെ അമ്മയെന്ന് വിളിക്കുന്നതിന് മുമ്പ് ഈ നാവ് കൊണ്ട് ഈ കൊച്ച് ഈശോ എന്ന് വിളിക്കാൻ പഠിപ്പിച്ചത് അങ്ങാണെങ്കിൽ ഒരിക്കലും ആ കുർബാന എടുത്ത് കടിച്ചിട്ട് അടക്കാൻ ഞാൻ അനുവദിക്കില്ല. നോക്കണേ സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രൊഫഷൻ മറ്റൊരു മേഖലയാണ്. നമ്മുടെ പ്രൊഫഷൻ ശരിക്കും സ്ട്രോങ് ആയി ക്രിസ്ത്യാനിറ്റി ജീവിക്കേണ്ട സ്ഥലമാണ്, നിലപാടുകൾ എടുക്കേണ്ട സ്ഥലമാണ്. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് കണ്ണൂർ വെച്ച് എൻ്റെ രൂപതക്കാരി ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു. ഞാൻ ചോദിച്ചു, നീ ഈ പ്രൊഫഷൻ എടുക്കാൻ കാരണമെന്നാ, ദന്തിസാകാൻ കാരണമെന്നാ, ഇതിനു വേണ്ടി പഠിക്കാൻ? അവൾ പറഞ്ഞു, സാറേ, എല്ലാ ദിവസവും ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ കുർബാനയ്ക്ക് പോകും. കുർബാന കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ എൻ്റെ അമ്മ എന്നെ ഒരു ജോലി ഏൽപ്പിക്കും, എൻ്റെ വല്യപ്പൻ്റെ വെപ്പ് പല്ല് തേച്ച് കഴുകാൻ. വല്യപ്പൻ്റെ വെപ്പ് പല്ല് തേച്ച് കഴുകി BDS എടുക്കാൻ ഞാൻ തീരുമാനമെടുത്തെന്ന്. കൂട്ടുകാരെ, നമ്മുടെ പ്രൊഫഷൻ സ്ട്രോങ് ആകാനുള്ള വിളിയാണ്. ആ പ്രൊഫഷനിൽ സ്ട്രോങ് ആയി വളരാൻ കർത്താവ് നൽകുന്ന വിളിയാണ്. മറ്റൊരു കോർണർ കണ്ടോ? സൊസൈറ്റി. അതെ, ക്രിസ്ത്യാനിറ്റി വളരണമെങ്കിൽ ആ നടുക്കു നിൽക്കുന്ന തമ്പുരാനില്ലേ, അവൻ്റെ സഭ വളരണമെങ്കിൽ സൊസൈറ്റി ഇന്നാകണമെങ്കിൽ നിങ്ങൾ ആ സൊസൈറ്റിയിൽ ഇന്നായിട്ട് ജീവിക്കണം. സൊസൈറ്റിയോടുള്ള പ്രതിബദ്ധത, സമൂഹത്തോടുള്ള സ്നേഹം, നമ്മളല്ലാതാക്കാൻ ശ്രമിക്കുന്ന സൊസൈറ്റിയുടെ നടുവിൽ നമ്മൾ എങ്ങനെയാണ് സ്ട്രോങ് ആകേണ്ടത്, എങ്ങനെയാണ് ക്രിസ്ത്യാനിറ്റിയെ സുതാര്യമായി അവിടെ അനുവർത്തിക്കേണ്ടത് എന്ന് നമ്മൾ കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. ഈ 5 തലങ്ങളിൽ വിളങ്ങാനാണ് YU4C നിങ്ങൾക്കായി, യുവജനങ്ങൾ നിങ്ങൾക്കായി ഷൈൻ ഔട്ട് ഒരു കോൺഫറൻസ് ഒരുക്കിയിരിക്കുന്നത്. സന്തോഷത്തോടെ പറയുമോ ഹല്ലേലൂയ? ധീരതയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അല്പം കൂടെ അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ബോധ്യങ്ങൾ ഞാൻ പ്രസംഗിക്കുന്നത് മാത്രമല്ല, നിങ്ങളിലുള്ള ധാരാളം ചെറുപ്പക്കാർക്കുണ്ട്. ഈ ബോധ്യത്തോടെ ജീവിക്കുന്ന ധാരാളം കൂട്ടുകാർ നിങ്ങളുടെ ഇടയിലുണ്ട്. ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് 2 കൂട്ടുകാരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് ഒരു അഞ്ജലിയാണ്. കട്ടപ്പനയിൽ നിന്നാണ് അഞ്ജലി വന്നത്. കട്ടപ്പനയിൽ അഞ്ജലി എന്ന് പറയുന്ന പെൺകുട്ടി ഈ ബോധ്യത്തോടെ ജീവിക്കുകയാണ്. ഒരുപക്ഷെ YU4Cയിലേക്ക് വരാൻ, യുവത്വത്തിൽ കർത്താവിനെ തിരിച്ചറിയാൻ, യുവത്വത്തിൽ സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ ഇടയായതിൻ്റെ സുന്ദരമായ ഒരനുഭവം അവളുടെ വ്യക്തി ജീവിതത്തിൽ അവൾ ആ കർത്താവിനെ ചങ്കായി സ്വീകരിച്ചതിൻ്റെ ഒരനുഭവം അഞ്ജലി പങ്കുവയ്ക്കുകയാണ്. അഞ്ജലി, നല്ല കയ്യടിയോടെ ഈ കട്ടപ്പനക്കാരിയെ, ഈ ഹൈറേഞ്ചിൻ്റെ പുത്രിയെ നമുക്ക് നല്ല കയ്യടിയോടെ സ്വീകരിക്കാം. നമുക്ക് അഞ്ജലിയെ കേൾക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സന്തോഷമാണോ? അനക്കമൊന്നുമില്ലല്ലോ. ഓക്കെ, എൻ്റെ പേര് അഞ്ജലി, കട്ടപ്പന സോണാണ്. എൻ്റെ ഇടവക അണക്കരയാണ്. അപ്പോൾ ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ കർത്താവ് എങ്ങനെ ഇടപെട്ടു, എൻ്റെ സങ്കടങ്ങളിൽ കർത്താവ് എങ്ങനെ ഇടപെട്ടു എന്നുള്ള കാര്യമാണ്. കൂടുതലൊന്നും പറയുന്നില്ല. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ചെറിയൊരു ഇൻസിഡൻറ്റ് ഞാൻ നിങ്ങളോട് പറയാമേ. എനിക്ക് ഈ ഇടയ്ക്കാണ് സെം എക്സാം കഴിഞ്ഞത്. അപ്പോൾ എനിക്ക് സെം ബ്രേക്ക് കിട്ടിയ സമയത്ത് എനിക്ക് ഒരുപാട്
ഇത് വന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ YU4Cയുടെ റീയൂണിയൻ നമ്മുടെ കട്ടപ്പന സോണിൻ്റെ ആ വീക്കായിരുന്നു നടന്നത്. ISADC മീറ്റിംഗ്, സബ് സോൺ സെമിനാർ, അങ്ങനെ കുറേ പരിപാടികൾ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വന്നതുകൊണ്ട് എൻ്റെ സ്റ്റഡി ലീവ് ഫുള്ളി മാറ്റി വയ്ക്കേണ്ടതായിട്ട് എനിക്ക് വന്നു. ഒന്നും പഠിക്കാൻ പറ്റിയില്ല. സത്യമായിട്ടും ഒരു വക ഞാൻ പഠിക്കാതാണ് ഞാൻ എക്സാമിന് പോകുന്നതിൻ്റെ തലേന്ന് തിരിച്ച് കോളേജിലോട്ട് പോകുന്നത്. എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് സിറിയക്കാണ്, സുറിയാനി ഭാഷയാണ്. അപ്പോൾ തലേദിവസം ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ എൻ്റെ സമയം മുഴുവൻ, എനിക്ക് നീ സ്റ്റഡി ലീവിന് തന്ന സമയം മുഴുവൻ ഞാൻ നിനക്ക് വേണ്ടി മാറ്റിവെച്ചു. നീ എനിക്ക് 1-2 ക്വസ്റ്റ്യനെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞതാ എന്നൊക്കെ ഞാനിങ്ങനെ കർത്താവിനോട് അങ്ങ് പറഞ്ഞു. എന്നിട്ട് ഞാൻ കുറച്ചൊക്കെ പഠിച്ചിട്ട് ഞാൻ കയറി കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെ എൻ്റെ മനസ്സിൽ കർത്താവ് തോന്നിക്കുകയാണ്, ഒന്നെങ്കിൽ നീ ഈ ക്വസ്റ്റ്യൻ പഠിക്കുക, അല്ലെങ്കിൽ നീ ഈ ക്വസ്റ്റ്യൻ പഠിക്കുക. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നീ പഠിച്ചിട്ട് പോകണം, ഇത് പഠിക്കാതെ നീ എക്സാമിന് പോവരുത്. എന്നിട്ട് ഞാൻ പിന്നെ നമ്മുടെ ബുദ്ധി ചില സമയത്ത് സംസാരിക്കും, നമ്മളിലുള്ള പരിശുദ്ധാത്മാവ് ചില സമയത്ത് നമ്മളോട് സംസാരിക്കും. ഇത് ബുദ്ധിയാണോ സംസാരിക്കുന്നത്, പരിശുദ്ധാത്മാവാണോ സംസാരിക്കുന്നതെന്നറിയാതെ ഇങ്ങനെ നമ്മൾ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന സമയം. ഉടനെ പിറ്റേ ദിവസം രാവിലെയായി, ഞാനത് പഠിച്ചില്ല കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ഞാൻ കുർബാനയ്ക്ക് പോയി. കുർബാനയ്ക്ക് നിന്ന് ഞാൻ ഇങ്ങനെ പറയുമ്പം വീണ്ടും എൻ്റെ മനസ്സിൽ പറയും, ഒന്നെങ്കിൽ നീ ഇത് പഠിച്ചുകൊണ്ട് പോ, ഇല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ നിനക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തേലും ആവട്ടെ, സമയമുണ്ട് എന്ന് വിചാരിച്ച് അതിൽ തമ്മിൽ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എക്സാം ഹാളിൽ ചെന്ന് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. 10 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനായിട്ട് വന്നത് കർത്താവ് എനിക്ക് തന്ന ആ ക്വസ്റ്റ്യനായിരുന്നു. സത്യസന്ധമായ കാര്യമാണ്, ഇത് പറഞ്ഞാൽ ഇത് വിശ്വസിക്കേണ്ട കാര്യമാണ്. എനിക്ക് എൻ്റെ കർത്താവ് വെളിപ്പെടുത്തി തന്നൊരു കാര്യമായിരുന്നു അത്. നമ്മൾ കർത്താവിന് വേണ്ടി ഒരു സമയം മാറ്റി വെച്ചാൽ ഉറപ്പായിട്ടും അതിനൊരു പ്രതിഫലം കർത്താവ് തന്നിരിക്കും. ഒരിക്കലും നമ്മൾ അവിടത്തേക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്ന സമയം നമുക്കൊരു നഷ്ടമായി പോയി എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരികയില്ല. നമുക്ക് പരിശുദ്ധാത്മാവ്, കർത്താവ് തൻ്റെ ആത്മാവിനെ നമ്മുടെ മേൽ വർഷിക്കും. ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ ജീവിതത്തിലും സഭയിലും ഇടവകയിലും കുടുംബത്തിലും ഒക്കെ തിളങ്ങാൻ സാധിക്കും. കർത്താവിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്ന ഓരോ നിമിഷത്തിനും ഓരോ സെക്കൻഡിനും കർത്താവ് വില തരുന്നുണ്ട്. നിങ്ങളിപ്പോൾ പറയുമായിരിക്കും, ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതാ, അല്ല എന്നെ ആ ചേട്ടൻ കൂട്ടിക്കൊണ്ട് വന്നതാ എന്നൊക്കെ നിങ്ങൾ പറയുമായിരിക്കും. ഒരിക്കലും അങ്ങനെയല്ല. ഈശോ തന്നെ പറയുന്നുണ്ട്, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുത്ത് വരാൻ സാധിക്കില്ലെന്ന്. നിങ്ങളെ കർത്താവ് തന്നെയാണ് കൂട്ടിക്കൊണ്ട് വന്നത്. അതിന് ഓരോരുത്തരും നിമിത്തമായെന്ന് മാത്രം. നിങ്ങളെ ഓരോരുത്തരെയും കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട്. നമ്മളാണ് സഭയുടെ യുവത്വം. ആ യുവത്വം മങ്ങാതെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണം ഒരിക്കലും നരബാധിച്ചു പോയിട്ടില്ല എന്ന് നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കണം. എല്ലാവർക്കും ഒരുപാട് നന്ദി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് അഞ്ജലിയെ അഭിനന്ദിക്കാം. നമുക്ക് 2 കരങ്ങളൊന്ന് ഉയർത്തി പിടിച്ച്. അഞ്ജലി കിഴക്ക് കണ്ടൊരു നക്ഷത്രമാണ്, ഹൈറേഞ്ചിൻ്റെ നക്ഷത്രമാണ്. ജീവിതത്തിൽ നല്ല കാഴ്ചപ്പാടുകളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നയിച്ചതാണ്. സ്ട്രോങ് ആകാൻ കർത്താവ് നയിക്കുകയാണ്. ഇനിയും വിളങ്ങാൻ കർത്താവ് ഉയർത്തുകയാണ്. ഉയർത്തിയ കരങ്ങൾ നമുക്കൊന്നൊരു നക്ഷത്രം വിരിയുന്ന പോലെ, നക്ഷത്രം ബ്ലിങ്ക് ചെയ്യുന്ന പോലെ ഒന്ന് കാണിച്ച് നമുക്ക് അഞ്ജലിയെ ഒന്ന് അഭിനന്ദിക്കാം പ്രത്യേകമായിട്ട്. ഓക്കെ, നല്ല കൈയടിയോടെ നമുക്ക് അഞ്ജലിക്ക് നന്ദി പറയാം. താങ്ക് യു മോളായി. വീണ്ടും സ്നേഹമുള്ളവരെ, സ്ക്രീനിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ഒരു അടുത്ത ഭാഗത്തേക്ക് നമ്മൾ ചില വ്യക്തികളെ ഒന്ന് താരതമ്യപ്പെടുത്തി പഠിക്കുകയാണ്. സ്ട്രോങ് ആകാൻ, ഈസി ടു സീ, വ്യക്തതയോടെ കാണാൻ. നിങ്ങൾക്ക് സുപരിചിതരായ 2 വ്യക്തികൾ അല്ലെ? നികിത പോർവാൾ, മിസ് ഇന്ത്യ. സൗന്ദര്യം കൊണ്ട് ലോകത്തെ കീഴടക്കുന്നവളാണ്. സൗന്ദര്യം കൊണ്ട് ഒരുപക്ഷെ നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചവളാണ്. ഒരുപക്ഷെ ഈ ലോകത്തിൻ്റെ യുവഭാരതത്തിലെ യുവത്വത്തിൻ്റെ വലിയ പ്രസരിപ്പായി മാറിയ ധാരാളം കയ്യടി നേടിയ നികിത പോർവാളിനെ നമ്മൾ ഒരു സൈഡിൽ കാണുമ്പോൾ മറു സൈഡിൽ മറ്റൊരു സൗന്ദര്യം, സെയിൻറ്റ് മദർ തെരേസ. ഇവളൊരു വലിയ സുന്ദരിയാണ്, അവളൊരു പുണ്യത്തിൻ്റെ സുന്ദരിയാണ്. എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഇത് ശരീരത്തിൻ്റെ അഴകുകൊണ്ട് സുന്ദരിയാകുമ്പോൾ ആത്മാവിൻ്റെ അഴകുകൊണ്ട് സുന്ദരിയായ കൽക്കട്ടയിലെ മദർ തെരേസയുടെ അനുഭവം നമുക്കൊന്ന് രണ്ടും തമ്മിലൊന്ന് വെച്ച് താരതമ്യപ്പെടുത്തണം. ആരാണ് വിളങ്ങാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്?
എങ്ങനെ വിളങ്ങാനാണ് ഈ യുവത്വം നമുക്ക് പ്രേരണ നൽകുന്നത് എന്നൊന്ന് ചിന്തിക്കുമ്പോൾ അടുത്തൊരു സ്ക്രീനിലേക്ക് വരാം. ഈ രണ്ട് വ്യക്തികൾ നമുക്ക് നൽകുന്ന വലിയൊരു പാഠമുണ്ട്. ഈ ബൈബിൾ വാക്യം ഒരുമിച്ചൊന്ന് വായിക്കുവോ? ചേർന്ന് വായിക്കാം. സൗന്ദര്യം കൊണ്ട് നീ ജനതകളുടെ ഇടയിൽ പ്രശസ്തയായി, എന്തെന്നാൽ ഞാൻ നൽകിയ കാന്തി അതിന് പൂർണ്ണത നൽകി. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. സൗന്ദര്യം കൊണ്ട് ലോകത്തിൽ പ്രശസ്തി നേടേണ്ടവരാണ് നമ്മൾ. സഭയെ സൗന്ദര്യം കൊണ്ട് പ്രശസ്തിയിലേക്ക് വളർത്തേണ്ടവരാണ് നമ്മൾ. നമ്മുടെ യുവത്വമാണ് ഏറ്റവും വലിയ സൗന്ദര്യം. ആ സൗന്ദര്യത്തെ ബാഹ്യമോടി കൊണ്ടല്ല, മറിച്ച് ആന്തരിക ഭാവം കൊണ്ട് അതിനെ സുന്ദരിയാക്കാൻ സഭ അമ്മയാണെങ്കിൽ അമ്മയുടെ സൗന്ദര്യത്തിൻ്റെ മാറ്റുകൂട്ടേണ്ടത് അതിൻ്റെ ആന്തരികതയുടെ ഭാവമാണെങ്കിൽ, നമ്മൾ മുമ്പ് ചിന്തിച്ച 5 തലങ്ങളിൽ നമ്മൾ സ്ട്രോങ് ആകുമ്പോൾ, നമ്മൾ സുതാര്യമാകുമ്പോൾ സഭയുടെ ദൃശ്യഭാവമാണ് ലോകത്തിൽ സുന്ദരമായി മാറുന്നത് എന്ന ചിന്ത മനസ്സ് സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ അടുത്ത 2 വ്യക്തികളിലേക്ക് ഒന്ന് പോവുകയാണ്. നിങ്ങൾ സെർച്ച് ചെയ്താൽ കണ്ടെത്താൻ പറ്റും. മെസ്സി കേരളത്തിൽ വരുമോ ഇല്ലയോ? വരണം അല്ലേ? വരണമെന്നുള്ള ആഗ്രഹം, വരരുതെന്നൊന്നുമല്ല. ഇപ്രാവശ്യവും വേൾഡ് കപ്പ് കയ്യിലോട്ട് കിട്ടിയപ്പോൾ പ്രകീർത്തിച്ച് ദൈവത്തെ തന്നെയാണ്. ദൈവത്തിൻ്റെ കരമാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് വിളിച്ചു പറയാൻ മടിക്കാത്ത വ്യക്തിയാണ്. ഒരുപക്ഷെ അടുത്ത് നിൽക്കുന്ന ഒരാളുണ്ടല്ലോ, ഭാരതത്തിലേക്ക് വരുവോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. യുവജനങ്ങളുടെ ഇടയിൽ ഒരുപക്ഷെ സ്നേഹമുള്ളവരെ, സൂപ്പർ സ്റ്റാറുകളാണ് രണ്ടുപേരും. സ്റ്റാർ വാല്യൂ ഒരു സൈഡിൽ ഭൗതികയുടെ സ്റ്റാർ വാല്യൂ പ്രകാശിക്കുമ്പോൾ മറു സൈഡിൽ ആത്മീയതയുടെ ഒരു സ്റ്റാർ വാല്യൂ അത് വളരുകയാണ്, അത് ബലപ്പെടുകയാണ്. സ്നേഹമുള്ളവരെ, ഒരു താരതമ്യപ്പെടുത്തുമ്പോൾ ഒരുപക്ഷെ പരിശുദ്ധ പിതാവിനെ പോലെ സഭയിൽ പ്രശോഭിക്കാൻ, യുവത്വത്തിൻ്റെ തേരിലല്ലെങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ യുവത്വത്തിൻ്റെ മനസ്സുമായി ഓടുന്ന, കിതയ്ക്കാതെ ഓടുന്ന ഒരു പാപ്പയുടെ ജീവിതം നമുക്ക് മുമ്പിൽ ഇതൊരു മൂല്യമാണ്, ഇതൊരു വിലയാണ്. അടുത്തൊരു സൈഡിലേക്ക് പോകുമ്പോൾ ആ വിലയെക്കുറിച്ച്, നിന്റെ വിലയെക്കുറിച്ച് കർത്താവ് നിന്നോട് പറയുന്നത്, അതെ, ഷൈൻ ഔട്ട് മറ്റൊന്നിനു വേണ്ടിയല്ല കുഞ്ഞെ, നിനക്ക് നിന്റെ വില മനസ്സിലാകാനാ. നിനക്ക് വിലയുണ്ടെന്ന് നിന്റെ കർത്താവ് പറയുക. ബൈബിൾ വാക്യം ഒരുമിച്ച് വായിക്കുവോ? നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമായതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും നൽകുന്നു. നോക്കണേ, നിന്റെ ജീവന് ദൈവം വില കൽപ്പിക്കുന്നത് കൊണ്ടാണല്ലോ ആ 33 വയസ്സുള്ള ചെറുപ്പക്കാരൻ ആ കുരിശ് തൂങ്ങിയത്, നമുക്ക് വേണ്ടി രക്തം വിയർത്തത്, നമുക്ക് വേണ്ടി മരിച്ചത്. കർത്താവ് പറയുക, നീ വിലയുള്ളവളാകാൻ വേണ്ടിയാണ് നിനക്ക് പകരമായി മനുഷ്യരെയും ജീവന് പകരമായി ജനതകളെയും നൽകി നിന്നെ ഷൈൻ ഔട്ടിലേക്ക് കർത്താവ് വിളിച്ചത് എന്ന അവബോധം നമ്മളിൽ വളരണം. അടുത്ത ഒരു സ്ക്രീനിലേക്ക് പോകുമ്പോൾ നമുക്ക് മറ്റ് 2 വ്യക്തികളെ പരിചയപ്പെടാം. വിജയ് താരമാണല്ലോ, താരമാണ്. വിജയ് ഫാൻസ് ധാരാളം പേര് എന്നെ കേൾക്കുന്ന യുവജനങ്ങളുടെ ഇടയിലുണ്ട്. ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി തന്നെ രൂപീകരിച്ച് വീണ്ടും കളത്തിലേക്ക് ഇറങ്ങുന്ന ഒരു വിജയ് ജനമധ്യത്തിൽ നിന്ന് പ്രശോഭിക്കുമ്പോൾ മറു സൈഡിൽ മറ്റൊരു യുവത്വത്തെ കണ്ടോ? അടുത്ത നാളുകളിൽ ഏതാനും മാസങ്ങൾക്കകം വിശുദ്ധ പദവിയിലേക്ക് മാർപ്പാപ്പ ഉയർത്തുന്നവൻ, സൈബർ യുഗത്തിൻ്റെ അപ്പസ്തോലൻ, ഒരുപക്ഷെ കാലഘട്ടത്തിൻ്റെ യുഗത്തിൽ മുങ്ങിത്താഴാനുള്ള മുഴുവൻ സാധ്യതകൾക്ക് നടുവിലും ചുമ്മാ ലാപ്ടോപ്പും തോളെ തൂക്കിയിട്ട് സൈക്കിളിൽ ഇറ്റലിയുടെ തെരുവീതിയിലൂടെ നടന്നുപോയി ചെറുപ്പക്കാരൻ എത്രയോ പ്രസരിപ്പോടെയാ നമ്മളെ നോക്കണത്. ഒരുപക്ഷെ വിജയ് പുറംതിരിഞ്ഞ് നിൽക്കുമ്പോഴും മുഖത്തേക്ക് നോക്കി പ്രസരിപ്പോടെ ജീവിക്കാൻ ഒരു ക്രിസ്തീയ യുവത്വത്തിന്, കത്തോലിക്ക യുവത്വത്തിന്, വൈയുഫോർസിക്ക് ഇനിയും സാധ്യതയുണ്ടെന്ന് ഈ മണ്ണിൽ തെളിയിക്കുന്ന ഒരു സുന്ദരമായ ചിത്രം. അടുത്തൊരു സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ ഇതിന് സുന്ദരമായ ഒരു വചനത്തിൻ്റെ അർത്ഥം. അതെ, നോക്കിക്കേ, പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ യുവജനങ്ങളോട് സംസാരിക്കുവാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങളോട് സംസാരിക്കുക. ഒരുമിച്ച് വായിക്കാവോ? തിരുസഭ സന്തോഷം നിറഞ്ഞവരും ധൈര്യശാലികളും പ്രതിബദ്ധതയുള്ളവരുമായ യുവജനങ്ങളാൽ നിറയണം. അവർ വിശുദ്ധിയുടെ പുത്തൻ സാക്ഷ്യങ്ങൾ ലോകത്തിന് നൽകാൻ
പ്രാപ്തരാകണം. കൂട്ടുകാരെ, വിശുദ്ധിയുടെ പുത്തൻ സാക്ഷ്യങ്ങൾ ലോകത്തിന് നൽകാൻ വിളിക്കപ്പെടുന്നവരാണ് നിങ്ങൾ. ഞാൻ കഴിഞ്ഞിടയ്ക്ക് കുറച്ച് ബോയ്സിനെ ഒരു ക്ലാസ് കൊടുക്കുന്ന സമയത്ത് ഞാൻ തമാശ രൂപേണ അല്ലെങ്കിൽ ചോദിച്ചു, വിശുദ്ധനാകാൻ താല്പര്യമുണ്ടോ? ഒരു കുട്ടി പറഞ്ഞു, സാറേ കേൾക്കുമ്പോൾ തന്നെ ഇക്കിളി എടുക്കുക. ഞാൻ ചോദിച്ചു, എന്താടെ കാര്യം? അവൻ പറഞ്ഞു, സാറേ ഞാൻ വിശുദ്ധനായി കബറെടുത്ത് കിടക്കുമ്പോൾ വല്ല പെണ്ണുങ്ങളും തൊട്ടുമുത്തിയാൽ എനിക്ക് ഇക്കിളി എടുക്കുകയില്ലെന്നും പറഞ്ഞു. സത്യമാണെന്ന് ഞാൻ പറഞ്ഞു. ലോകത്തിൻ്റെ ഇക്കിളിപ്പെടുത്തുന്ന അനുഭവങ്ങൾക്ക് നടുവിൽ പുണ്യത്തിൽ വളരാൻ, വിശുദ്ധിയിൽ വളരാൻ നിന്റെ സഭ നിനക്ക് വേണ്ടി കൊതിക്കുവാണെന്ന്, നിന്റെ സഭ നിനക്ക് വേണ്ടി കാത്തിരിക്കുവാണ് എന്ന ചിന്ത വരുമ്പോൾ നമുക്കടുത്തൊരു ചിന്തയിലേക്ക് വരാം. ഇതേ ഒരു യുവത്വത്തിൻ്റെ പ്രസരിപ്പ് മുഴുവൻ മുഖത്ത് തുളുമ്പുന്ന ഫ്രാൻസിസ് പാപ്പായുടെ സുന്ദരമായ ഒരു വേഡിങ് ആണ്. സ്നേഹമുള്ളവരെ, ഓരോ ക്രൈസ്തവനും ഓരോ സമൂഹവും കർത്താവ് ആവശ്യപ്പെടുന്ന മാർഗം തിരിച്ചറിയണം. ഷൈൻ ഔട്ട്. നിങ്ങൾ എവിടെ പ്രകാശിക്കണം, നിങ്ങൾ എന്ന് പ്രകാശിക്കണം, എന്തിന് പ്രകാശിക്കണം എന്ന് പാപ്പ നമ്മളോട് പറയുകയാണ്. വീണ്ടും പറയുന്നു, സുവിശേഷത്തിൻ്റെ വെളിച്ചം ആവശ്യമായിരിക്കുന്ന അതിർവരമ്പുകളിലേക്ക് എത്താനാണ് നിങ്ങളെ ഇവിടെ വിളിച്ചിരിക്കുന്നത്. ഭാരതത്തിൽ മാത്രം ആവണമെന്നില്ല, കേരളത്തിൽ മാത്രം ആവണമെന്നില്ല. ലോകത്തിൽ എവിടെ ചെന്നാലും അവിടെ സുവിശേഷത്തിൻ്റെ വെളിച്ചം ആവശ്യമായിരിക്കുന്ന കോർണറുകളായി, അതിർവരമ്പുകളായി അതിനെ കണ്ടെത്താനുള്ള ആർജവത്വമാണ് ഷൈൻ ഔട്ട് നിങ്ങൾക്ക് നൽകുന്നത്. എന്നിട്ട് എന്താ പാപ്പ പറയുന്നത്? നമ്മുടെ ആശ്വാസ മേഖല വിട്ട് നമ്മുടെ ക്യാമ്പസിനുള്ളിൽ, നമ്മുടെ വീടിനുള്ളിൽ, നമ്മുടെ ഇടവകയ്ക്കുള്ളിൽ അല്ല, നമുക്ക് ആശ്വാസം തരുന്നു എന്ന് കരുതുന്ന ആശ്വാസ മേഖല വിട്ട് മുന്നോട്ട് പോകാൻ, അവിടുത്തെ വിളി കേട്ടനുസരിക്കാനുള്ള സന്നദ്ധത അത് നമ്മളിലേക്ക് വളർത്താനാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മളെ വിളിക്കുന്നത്. ഞാൻ വീണ്ടും നിങ്ങളുടെ അടുക്കലേക്ക്, നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു കൊച്ചു കൂട്ടുകാരെ വിളിക്കുകയാണ്. മാനന്തവാടിയിൽ നിന്നുള്ള നിലീന മിടുക്കിയാണ്. അവളുടെ പ്രൊഫഷനിൽ അവളെ എത്രമാത്രം പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു. Y4C, അവളുടെ കുടുംബം, അവളുടെ പപ്പ എത്രമാത്രം അവളുടെ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ സുവിശേഷത്തിൻ്റെ വെളിച്ചം ആവശ്യമായിരിക്കുന്ന അതിർവരമ്പുകളിലേക്ക് പോകാൻ ഈ കൊച്ചു മിടുക്കിയെ എത്രമാത്രം പ്രചോദിപ്പിക്കുന്നു എന്ന ചിന്ത ഈ മകളിൽ നിന്ന് നമുക്ക് കേൾക്കാം. നല്ല കയ്യടിയോടെ നിലീനെ നമുക്ക് വെൽക്കം ചെയ്യാം. സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഇപ്പം BArc 3rd ഇയർ പഠിക്കുന്നൊരു വിദ്യാർത്ഥിനിയാണ്. ഞാൻ ആദ്യമായിട്ട് Y4Cയിലേക്ക് കടന്നു വരുന്നത് ഞങ്ങളുടെ സോണിലുള്ള പോൾ സാറ് പറഞ്ഞിട്ടാണ്. യുവക്കിൻ്റെ ഒരു ധ്യാനം ഉണ്ടായിരുന്നു, അപ്പം അതിന് പങ്കെടുത്തിട്ടാണ് ഞാൻ ആദ്യമായിട്ട് Y4Cയിലേക്ക് കടന്നു വരുന്നത്. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് എന്നെ വിളിക്കുന്ന സമയത്ത് എനിക്ക് ധ്യാനത്തിന് വരാൻ ഉള്ളിൻ്റെ ഉള്ളിൽ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. ഇപ്പം കുറച്ച് മുന്നേ ഇവിടെ ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ സ്വന്തം ഇഷ്ടപ്രകാരം വന്നവർ കുറച്ചേ ഉണ്ടാവുള്ളൂ. അതേപോലെയായിരുന്നു ഞാനും ചെന്നത്. പക്ഷേ 3 ദിവസം ഉണ്ടായിരുന്നെങ്കിലും ആ ധ്യാനത്തിൽ നിന്ന് എനിക്ക് ഒരുപാട് കുറച്ചും കൂടി ദൈവത്തിലേക്ക് വളരുവാനായിട്ട് സാധിച്ചു. പിന്നീട് ഞാൻ ആ സമയത്ത് എൻട്രൻസിന് BArcൻ്റെ എൻട്രൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അപ്പം ഈ ധ്യാനത്തിന് ശേഷം പരമാവധി പറ്റുന്ന ദിവസമെല്ലാം പരീക്ഷയ്ക്ക് മുന്നായിട്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും പിന്നെ LSS ലൈഫ് ഇൻ ദ സ്പിരിറ്റ് സെമിനാർ പോലെയുള്ള പരിപാടികളിൽ പങ്കെടുക്കാനും പ്രാർത്ഥിക്കാനൊക്കെ സാധിച്ചു. അപ്പോൾ തുടക്കത്തിൽ എൻ്റെ ചിന്ത ഇങ്ങനെയായിരുന്നു, ഞാൻ ഈ സമയമൊക്കെ ഇങ്ങനത്തെ പരിപാടികൾക്കൊക്കെ പോകുമ്പം ആ സമയം കൂടി പഠിക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ വല്ല ഉപകാരത്തിലും വരുമായിരുന്നു. ഇതിനൊക്കെ വന്നിട്ട് എന്താണുള്ള കാര്യം, ചെറിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം എന്നുള്ളൊരു ഇതായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ ഡാഡി എന്നോട് പറയുമായിരുന്നു, നീ ദൈവത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്ന ഓരോ സമയവും ഓരോ നിമിഷവും അത് ഏറ്റവും വിലപ്പെട്ടതായിട്ട് ദൈവം കാണുന്നുണ്ട്. ദൈവം അതിനുള്ള പ്രതിഫലം നിനക്ക് തരുമെന്ന് പറയുമായിരുന്നു. നിങ്ങൾ ദൈവത്തിന് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുമ്പോൾ ബാക്കിയുള്ളതെല്ലാം ദൈവം നിങ്ങൾക്ക് തരപ്പെടുത്തി തരുന്നുള്ള ആ ഒരു അർത്ഥമാക്കുന്ന വചനത്തിൻ്റെ ശക്തിയിൽ പ്രിയമുള്ളവരെ, എൻട്രൻസിൻ്റെ റിസൾട്ട് വന്ന സമയത്ത് എനിക്ക് ഓൾ ഇന്ത്യ തലത്തിൽ 584 റാങ്ക് നൽകി ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെയുള്ള ഞാൻ ആഗ്രഹിച്ച ഒരു ക്യാമ്പസിൽ തന്നെ ഇതൊക്കെ എനിക്ക് പറ്റുന്നതാണോ എന്ന് ഞാൻ മുന്നേ ചിന്തിച്ച ഒരു ക്യാമ്പസിൽ തന്നെ എൻ്റെ പൊന്നു ദൈവം എനിക്ക് അഡ്മിഷൻ നേടിത്തന്നു. അതേപോലെ എൻ്റെ ഡാഡി അമ്മയും പ്രാർത്ഥിച്ചത് കുർബാന കൂടാൻ പറ്റുന്ന ഒരു ദേവാലയം
സാഹചര്യമൊക്കെ ഉണ്ടാകണം. കോളേജിനടുത്തുനിന്നായിരുന്നു. ഞാനിപ്പം ആന്ധ്രയിലാണ് പഠിക്കുന്നത്. ആദ്യം ചെന്ന സമയത്ത് തെലുങ്ക് കുർബാനയായിരുന്നു, എനിക്കൊന്നും മനസ്സിലാകത്തില്ലായിരുന്നു. പക്ഷേ 2-3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ മലയാളം കുർബാന കിട്ടുന്ന ഒരു ഇടവകയിലേക്ക് അവിടെ പങ്കുചേരാനും ഇപ്പം എല്ലാ ഞായറാഴ്ചയും കോളേജിലായിരുന്നാലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും സാധിക്കുന്ന തരത്തിലേക്ക് ദൈവം എന്നെ അനുഗ്രഹിച്ചു. ദൈവത്തിന് ഒരുപാട് നന്ദി. കൊള്ളാം. പ്രത്യേക അഭിനന്ദനങ്ങൾ ലിലിയിലേക്ക് നമുക്ക് കൊടുക്കാം. അടുത്തൊരു സ്ക്രീനിലേക്ക് നമുക്ക് ജസ്റ്റ് പോകാം. നമ്മുടെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. അതിനടുത്ത ഒരു സ്ക്രീനിലേക്ക് നമ്മളിത് പോവുകയാണ്. ഇവിടെ നമുക്കൊന്ന് ഒരുമിച്ച് വായിക്കാം. വിനാശകൻ നിനക്കെതിരെ വരുന്നു. കൂട്ടുകാരെ, ജാഗ്രതയെക്കുറിച്ചാണ് YU4C ഈ ഷൈൻ ഔട്ടിലൂടെ എനിക്കും നിങ്ങൾക്കും ഒരു ജാഗ്രതയുടെ ചില മുന്നറിയിപ്പ് നൽകുകയാണ്. വിനാശകൻ നിനക്കെതിരെ വരുന്നുണ്ട്. യുവത്വത്തിനെതിരെ ധാരാളം വിനാശകരമായ സാഹചര്യങ്ങൾ, പശ്ചാത്തലങ്ങൾ ഉയർന്നു വരുമ്പോൾ നമ്മുടെ ദൗത്യം 4 കാര്യങ്ങൾ. 1, കോട്ടകൾക്ക് പ്രതിരോധം ഏർപ്പെടുത്തുക. കൂട്ടുകാരെ, ഷൈൻ ഔട്ട് ലോകത്തിൽ പോയി പ്രകാശിക്കണമെങ്കിൽ 1, എൻ്റെ ആത്മാവിന് ഞാൻ കോട്ട ഉയർത്തണം. എൻ്റെ ആത്മാവ് വസിക്കുന്ന ശരീരത്തിന് ഞാൻ കോട്ട ഉയർത്തണം. മുമ്പേ കണ്ട 5 കോർണറുകളുണ്ടല്ലോ, ഞാൻ കോട്ട പണിയേണ്ട സ്ഥലങ്ങളാണ്. അതെ, യുവത്വത്തിൻ്റെ കരം കൊണ്ട് കുടുംബത്തിന് കോട്ട പണിയാൻ, ഇടവകയ്ക്ക് കോട്ട പണിയാൻ, സഭയ്ക്ക് കോട്ട പണിയാൻ, സൊസൈറ്റിക്ക് കോട്ട പണിയാൻ, എൻ്റെ പ്രൊഫഷന് കോട്ട പണിയാൻ എനിക്കാകണം. കോട്ട പണിയാനുള്ള വിളിയാണ്. 2, ഇത് വഴികളിൽ കാവൽ നിൽക്കാൻ. YU4Cയുടെ ദൗത്യം, ക്രിസ്തീയ യുവത്വത്തിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് കാവലാകാനുള്ള ദൗത്യമാണ്, കാവൽക്കാരാകാനുള്ള ദൗത്യമാണ്. ഇടവകയിലെ 100 കണക്കിന് യുവത്വത്തിന് കാലഘട്ടത്തിൻ്റെ കാവലാകാൻ, സഭയിൽ ലോകത്തിൻ്റെ വഴിയിലൂടെ നഷ്ടപ്പെട്ടു പോകുന്ന യുവത്വത്തിന് കാലഘട്ടത്തിൻ്റെ കാവലാകാൻ, നമ്മുടെ ചുറ്റുപാടും കാവൽക്കാരായി മാറാൻ. അവിടെയാണ് ഷൈൻ ഔട്ട്. വഴികളിൽ പ്രകാശിക്കണം. യുവത്വം നടന്നു പോകുന്ന ലോകത്തിൻ്റെ വഴിയിൽ പ്രകാശിക്കാൻ നമുക്കാകണം. വഴികളിൽ കാവൽ ഏർപ്പെടുത്തണം. 3, നീ അരമുറുക്കണം. ഷൈൻ ഔട്ട് എന്തിനാണ് കൂട്ടുകാരെ? സജ്ജനാകാനാണ്. ഇതൊരു പുറപ്പാടാണ്. YU4Cയുടെ ഒരു പുറപ്പാടാണ്. കേരള നവീകരണത്തിന് ഇനിയും യുവത്വമുണ്ടെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ, നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മകൾക്ക് ഇനിയും യുവത്വത്തിൻ്റെ പ്രസരിപ്പുണ്ടെന്ന്, നമ്മുടെ മനുഷ്യർക്ക് ഇനിയും യുവത്വത്തിൻ്റെ പ്രസരിപ്പുണ്ടെന്ന്, നമ്മുടെ ചാച്ചന്മാരോട് ചേർന്ന്, അമ്മച്ചമാരോട് ചേർന്ന്, നമ്മുടെ എൽഡേഴ്സിനോട് ചേർന്ന് അരമുറുക്കി പുറപ്പെടാനുള്ള ഒരുക്കമാണ് ഷൈൻ ഔട്ട്. 4-മത്തെ കാര്യം, സർവശക്തിയും സംഭരിക്കണം. വിനാശകനെതിരെ പോരാടാൻ നമുക്ക് വേണ്ടത് ശക്തിയാണ്, ആന്തരിക ശക്തിയാണ്. അതിനുള്ള കരുത്തും കൃപയും നമുക്കുണ്ടാകണമെന്ന് ചിന്തിക്കുമ്പോൾ അടുത്തൊരു ചിന്തയിലേക്ക് നമ്മൾ സമാപിക്കുകയാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി യുവത്വത്തിൻ്റെ തിളപ്പ് നോക്കിക്കേ. യുവത്വത്തിൻ്റെ പ്രസരിപ്പോടെ ഉയർന്നു നിൽക്കുന്ന മനുഷ്യൻ പറഞ്ഞൊരു ചിന്തയുണ്ടല്ലോ, എന്നെ വിളിച്ചത് വെറുതെ ഇരുന്ന് തുരുമ്പിക്കാനല്ല, ഷൈൻ ഔട്ട് തുരുമ്പിക്കാനല്ല, മറിച്ച് വെറുതെ ഇരിക്കാനല്ല, ഓടി നടക്കാനാ. വിളിച്ചവന് വേണ്ടി ഓടി നടന്ന് തേയാൻ, വിളിച്ചവന് വേണ്ടി തേയാനുള്ള വിളിയാണ് ഷൈൻ ഔട്ട്. അതിനു വേണ്ടിയാണെന്നുള്ള വലിയ ദൗത്യം ഒന്ന് സ്വന്തമാക്കിക്കൊണ്ട് നമുക്ക് എല്ലാവർക്കും എണീറ്റ് നിൽക്കാം. എല്ലാവരും ചാടി എണീറ്റ് അടുത്തൊരു സ്ക്രീനിലേക്ക് നമ്മൾ പോകുന്നു. എന്നെ വിളിച്ചത് തെളിയാനാണ് ഷൈൻ ഔട്ട്. നമുക്ക് കൈയൊന്ന് പിടിച്ച് ഒരു ഡീൽ ചെയ്യാം, തമ്പുരാനോട് ഒന്ന് ഡീൽ ചെയ്യാം. കർത്താവേ, നിനക്ക് വേണ്ടി ഷൈൻ ഔട്ട് ആകാൻ, ലോകത്തിൽ പ്രകാശിക്കാൻ ഞാൻ റെഡിയാണെന്നുള്ള നല്ല അവബോധത്തോടെ ഒരുമിച്ചൊന്ന് പറഞ്ഞേ ഷൈൻ ഔട്ട്. സന്തോഷത്തോടെ പറഞ്ഞേ ഷൈൻ ഔട്ട്. ധീരതയോടെ പറഞ്ഞേ ഷൈൻ ഔട്ട്.